സാർ, ഈ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറെക്കുറെ തകർന്നടിഞ്ഞ ഐക്യജനാധിപത്യ മുന്നണിയെ ആ പരാജയത്തിൻ്റെ തോൽവികളെല്ലാം സ്വയം ഏറ്റുവാങ്ങി വി സതീശൻ അന്ന് അണികളോടൊരു വാക്ക് പറഞ്ഞു: നമ്മൾ തിരിച്ചു വരും. ആ ഒരു തിരിച്ചുവരവ് അദ്ദേഹത്തിൻ്റെ വാക്ക് പ്രയോഗത്തിലാക്കിക്കൊണ്ട് 2026 100-ലധികം സീറ്റുകളിൽ വിജയം നേടിക്കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി വീണ്ടും കേരളത്തിൽ തിരിച്ചു വരുമ്പോൾ സതീശൻ എന്ന് പറയുന്ന ഒരു പേരിനപ്പുറത്തേക്ക് ആ ഒരു വിജയം ആഘോഷിക്കുന്ന ഒരു അനർഹമായി പോകുമെന്നുള്ളത് കൊണ്ട് തന്നെ സതീശനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും ഈ വിജയം സതീശനും കൂടെ അർഹതപ്പെട്ടതാണ്. മാത്രമല്ല, സതീശൻ കഴിഞ്ഞ 5 വർഷം നന്നായിട്ട് അധ്വാനിച്ചു എന്നുള്ളതാണ്. അതിനേക്കാളുപരി ഒരു കാഴ്ചപ്പാട്, ഒരു വീക്ഷണം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഒരു മുന്നണിയെ വികസിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു ടീം UDF എന്നുള്ള ഒരു പ്രയോഗം തന്നെ ഈ സതീശൻ്റെ നേതൃത്വത്തിലൂടെ കേരളത്തിൽ പ്രചാരത്തിലായ സംഗതി കൊണ്ടുപോയി. ഈ ടീം UDF എന്നുള്ളത് ഇങ്ങനെ കേട്ട് ഇപ്പം തന്നെ നമുക്ക് തന്നെ ഒരു ധാരണയായിട്ടുണ്ട് ടീം UDF ആണെന്ന്. മാത്രമല്ല, AK ആൻ്റണിയും K കരുണാകരനും തുടങ്ങി വെച്ച കുറേ അനഭിലഷണീയമായ ശീലങ്ങളുണ്ടായിരുന്നു പാർട്ടിയിൽ. ഉദാഹരണത്തിന് ഗ്രൂപ്പുകളുടെ ബഹളമായിരുന്നു. 10 പേര് അറിയുന്ന ഒരു നേതാവായി കഴിഞ്ഞാൽ പിന്നെ ആ നേതാവിനൊരു ഗ്രൂപ്പ് എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടി നശിക്കുന്നത്. ശരിക്കും പറഞ്ഞു, ഒരു തിരഞ്ഞെടുപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം എന്ന് പറയുന്നത് ഭയങ്കര തമ്മിലടിയുടെയാണ്. ആ തമ്മിലടി കഴിഞ്ഞാൽ പിന്നെ തിരഞ്ഞെടുപ്പ് രംഗത്ത് വിമതരുണ്ടാവും. അതേപോലെ തന്നെ ഗ്രൂപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാരും. ഇതൊക്കെയായിരുന്നു ഈ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഈ ഒരു ദൗർബല്യങ്ങളും രീതികളും ഇതായിരുന്നു. ഇക്കുറി അതെല്ലാം മാറിയിട്ട് അത്യാവശ്യം ഒരു കുറച്ച് ദിവസം വൈകിയെന്നുണ്ടെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിച്ചതിന് ശേഷം ആ ഒരു ടീം ഫീൽ നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഉപതെരഞ്ഞെടുപ്പുകളുണ്ടായിരുന്നു. ഈ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ഈ ടീം UDF എന്നുള്ള ഒരു പ്രവർത്തന രീതി, ആ ടീമിൻ്റെ സക്സസ് ആയിട്ടാണ് ഇതിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ എല്ലാ ഘടകകക്ഷികളെയും ഈ ടീമിൻ്റെ ഒരേപോലുള്ള പങ്കാളികളാക്കുന്നതിലൊക്കെ സതീശൻ വളരെയധികം വിജയിച്ചു. അതുകൊണ്ടാണ് ഈ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ മികച്ച വിജയം UDFന് നേടാൻ കഴിഞ്ഞു. അതിലേറ്റവും എടുത്തു പറയേണ്ടത് പിന്നെ സതീശന്റെ അതുപോലെ തന്നെ ചില നിലപാടുകൾ. ഇപ്പം സതീശനെ നിലപാടെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കളിയാക്കുന്നുണ്ടെങ്കിലും കേരള രാഷ്ട്രീയത്തിൽ ചില വിഷയങ്ങളിൽ ചില നിലപാടുകൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും അത്യാവശ്യമുള്ള സംഗതിയാണ്. പ്രത്യേകിച്ച് സാമുദായിക സംഘടനകളെയൊക്കെ ഇപ്പം ഉദാഹരണത്തിന് മറ്റേത് ഇപ്പോൾ പെരുന്നയിൽ ഒരാൾ കടയിൽ തുറന്ന് വയ്ക്കുന്നു. ആലപ്പുഴ കണിച്ചിക്കുളങ്ങരയിൽ വേറൊരാൾ കടയിൽ തുറന്നിരിക്കുന്നു. കേരളത്തിലുള്ള സകല രാഷ്ട്രീയ നേതാക്കളും ഇവരെ പോയി കണ്ട് കൈമുത്തി അനുഗ്രഹം വാങ്ങിക്കണം. ആരെങ്കിലും വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ വായിരിക്കുന്നത് കേൾക്കുകയും അതേപോലെ അവരെ ആക്ഷേപിക്കുകയും ചെയ്യുക. അപ്പോൾ ഇവർ വിചാരിക്കും സമുദായ നേതാക്കളാണല്ലോ, നായരും ഈഴവരുമാണല്ലോ, കേരളത്തിലെ പ്രധാനപ്പെട്ട 2 സമുദായങ്ങളാണ്, അപ്പോൾ ആ സമുദായം മുഴുവൻ നമുക്കെതിരേക്ക് തിരിയും എന്നുള്ള പേടി രാഷ്ട്രീയ പ്രവർത്തകരിലേക്ക് വിന്യസിപ്പിക്കുന്നതിൽ ഈ 2 നേതാക്കന്മാരും ഗംഭീരമായിട്ട് വിജയിച്ചു. ഈ 2 നേതാക്കന്മാരും യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അവരവരുടേതായ സമുദായങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുക ചെയ്യുന്നത്. പക്ഷേ ഇവർ 2 പേരും കടയിൽ തുറന്നു വെച്ചിട്ട് അവർ ചെയ്യുന്നത് അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി സമുദായത്തിനെ ഉപയോഗിക്കുന്നു. ആ സമുദായത്തിൻ്റെ പേര് പറഞ്ഞ് സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ നേടിയെടുക്കുകയും ഈ അപകടങ്ങളുണ്ടാകുമ്പോൾ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഉപയോഗിക്കുകയും ചെയ്യുന്നു. മനസ്സിലായില്ലേ? ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ആരോപിക്കപ്പെടുമ്പോൾ പോലും ഇവർ നിയമത്തിൻ്റെ മുമ്പിൽ പിടിക്കപ്പെടാതെ അല്ലെങ്കിൽ അന്വേഷിക്കപ്പെടാതെ രക്ഷപ്പെട്ടു പോകുന്നു. അപ്പോൾ ഇതൊക്കെ അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ്. അപ്പോൾ വ്യക്തിപരമായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരിതെല്ലാം ഉപയോഗിക്കുന്നു. അത്തരമുള്ള നേതാക്കന്മാരെ തിരിഞ്ഞു നോക്കുന്ന ഒരു നിലപാട് സതീശൻ കാണിച്ചിട്ടില്ല. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ ദശകങ്ങളിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു നേതാവ് കേരളത്തിൽ നമ്മൾ കാണുന്നത്. അതൊന്ന്. 2, ഇപ്പം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നു. അത് PV അൻവർ പിണറായിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു, അല്ലേ? സകലവിധ വൃത്തികേടുകളും PV അൻവർ കാണിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് PV അൻവർ പിണറായിക്കെതിരെ പുറത്തു വന്നു. മരുമോനിസം, പിണറായിക്കെതിരെയുള്ള ഇല്ലാത്ത കുറ്റങ്ങളൊന്നും ഇല്ലയെന്ന് വിളിച്ചു പറഞ്ഞിട്ട് പാർട്ടിയിൽ നിന്ന് പുറത്തിറങ്ങി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഐക്യമുന്നണിയിലേക്ക് ഒരു പ്രവേശം കൊടുക്കുകയും അവിടെ ഐക്യമുന്നണി സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് അൻവറിനെ മത്സരിപ്പിക്കുകയും ചെയ്യുന്നതൊക്കെയാണ് നമ്മൾ
പൊതുവിൽ കണ്ടുവന്നിരുന്നത്. കോൺഗ്രസിനകത്തും സീനിയർ ലീഡേഴ്സ് എല്ലാം തന്നെ അതിന് അനുകൂലമായിരുന്നു. അൻവറിനെ പിന്തുണ പ്രഖ്യാപിച്ചിട്ട്, കാരണം പിണറായിക്കെതിരെയാണല്ലോ. പക്ഷെ അവിടെ വി ഡി സതീശൻ നിലപാടെടുത്തു. വളരെ റിസ്ക്കാണത്. കാര്യം തോറ്റ മണ്ഡലമാണ്. അവിടെ ഈ നിലമ്പൂർ UDF കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റ മണ്ഡലത്തിൽ ജയിച്ച സ്ഥാനാർത്ഥി പോസിറ്റീവായിട്ടൊരു ഫാക്ടർ കിട്ടുമ്പോൾ ജയിച്ച സ്ഥാനാർത്ഥി രാജിവെച്ചിട്ട് വന്നിട്ട് വീണ്ടും മത്സരിക്കാൻ വരുന്ന സമയത്ത് ഇവരെടുത്ത് അപ്രോച്ച് ചെയ്യുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മത്സരിക്കാം, നിങ്ങൾ എന്നെ എടുക്കൂ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എന്നെ തയ്യാറായില്ലെന്ന് മാത്രമല്ല, അതിഗംഭീരമായിട്ട് ഈ പറഞ്ഞ പോലെ ടീം UDF ആ ഒരു ക്യാമ്പയിനിൽ നടത്തി വളരെ എന്താ പറയുക സ്തുത്യാർഹമായ രീതിയിൽ അവിടെ വിജയിക്കുകയും ചെയ്തു. അപ്പോൾ ഈ രീതിയിലൊക്കെയുള്ള ഇതൊക്കെ വളരെ ചെറിയ സംഗതിയല്ലത്. അതേപോലെ തന്നെ ഓരോരോ വിഷയങ്ങൾ, പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്ന സമയത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ടാണ് ഒരു നേതാവ് പറയുന്നത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പാർട്ടിയിലെ ഒരു നേതാവ് MLA കൂടിയ ഒരു നേതാവിനൊരു നടപടി സ്വീകരിക്കുന്നുള്ളത്. മനസാക്ഷിക്ക് അതാണല്ലോ ബോധ്യം എന്ന് പറയുന്നത്. അപ്പം മറ്റേതല്ല, ഇപ്പം ഒരു നമ്മുടെ ഡോക്ടർ ആരോപണങ്ങൾ ഉയർന്നതിൻ്റെ പശ്ചാത്തലത്തിൽ മാറ്റി നിർത്താറ് തന്നെയല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എത്രയോ മന്ത്രിമാർ ഈ പറഞ്ഞ പോലെ കേസുകൾ വന്നിട്ട് ഇത്തരത്തിലുള്ള കേസുകൾ വന്നിട്ട് നിലനിൽക്കുന്നു അല്ലേ. സ്വർണ്ണക്കൊള്ള ആരോപണം അങ്ങനെ ഇപ്പോൾ ഡോക്ടർ KM എബ്രഹാം, ഹിഫ്ബിയുടെ മാനേജിംഗ് ഡയറക്ടർ, ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ, അദ്ദേഹത്തിനെതിരെ ഹൈക്കോടതി പ്രിമാ ഫേസി പിന്നെ എന്താ പറയുക ഈ അധിക ധനസമാഹരണത്തിൻ്റെ പേരിൽ ആനുപാതികമല്ലാത്ത വരുമാനത്തിന് ആനുപാതികമല്ലാത്ത ധനസമാഹരണത്തിൻ്റെ പേരിൽ കേസെടുക്കാൻ CBI എൻക്വയറിക്ക് ഉത്തരവിട്ടു അല്ലേ. എന്നിട്ട് അവിടെ ഇരിക്കുന്നൊരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ വി ഡി സതീശൻ എന്ന് പറഞ്ഞത് ഇവിടെയൊക്കെയാണ് ഒരു നേതാവിനെ നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പം നേതൃത്വം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പിണറായി വിജയൻ്റെ കൂടെ വെള്ളാപ്പള്ളി നടേശൻ അയ്യപ്പ സംഗമത്തിന് പോകുമ്പോൾ കാറിൽ കയറി വന്നിറങ്ങുന്നത് ഒരു സാധാരണ ലിഫ്റ്റ് കൊടുക്കലല്ലത്, അല്ല, ഒരു മൃദു ഹിന്ദുത്വ സമീപനത്തിലേക്ക് പോകുന്നതാണ് ആ പാർട്ടി. അതൊരു മെസ്സേജാണ്. അതൊരു വളരെ കൃത്യമായ സന്ദേശം, കണക്കുകൂട്ടി പ്ലാൻ കൂട്ടി ചെയ്യുന്ന സാധനമാണത്. അല്ല യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്നതൊന്നുമല്ലത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സമൂഹത്തിൽ പിണറായി വിജയൻ വി ഡി സതീശൻ വളരെ വ്യക്തമായിട്ട്, അതുമാത്രമല്ല അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുകയുണ്ടായി, ഞാൻ UDFൻ്റെ പ്ലാറ്റ്ഫോം വികസിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. UDFിൽ നിന്ന് അകന്നു പോയിരുന്ന ഒരുപാട് ചെറിയ ചെറിയ ഗ്രൂപ്പുകളും സംഘടനകളും മനുഷ്യരും ഒക്കെ ഉണ്ടായിരുന്നു. അവരെ ഈ UDFിലേക്ക് അടുപ്പിക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ഒരു പ്രക്രിയയിൽ, അങ്ങനെ ഒരു ടീം ബിൽഡിങ്ങിലൂടെ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ടീം UDFിനെ ഡെവലപ്പ് ചെയ്തു. 5 വർഷം അതികഠിനമായിട്ട് തന്നെ. ഇപ്പം വി ഡി സതീശൻ ഒരു മാതൃകാപരമായ നേതാവാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അതിന് അഭിപ്രായമില്ല. പക്ഷേ ഒരു വ്യക്തിയുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിക്കുക എന്നുള്ളത് ഓരോ സംഘടനയ്ക്ക് വേണ്ടി തൻ്റെ കഴിവിൻ്റെ പരമാവധി അദ്ദേഹം ഉപയോഗിച്ചു. മാത്രമല്ല ഇന്നലെ അദ്ദേഹം പറഞ്ഞതുപോലെ കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ ഏൽപ്പിച്ച ദൗത്യം അവർ പ്രതീക്ഷിച്ചതിനേക്കാളും ഗംഭീരമായിട്ട് നിർവഹിച്ച് അദ്ദേഹത്തിൻ്റെ ജോലി പൂർത്തിയാക്കുകയും ചെയ്തു. കേരളം ഈ ഒരു നേതൃത്വത്തിനും കൂടിയാണ് വോട്ട് കൊടുത്തത്. ഈ വാ തുറന്നു കഴിഞ്ഞാൽ വർഗീയത വിളിച്ചു പറയുന്ന സമുദായ നേതാക്കന്മാർക്കെതിരെയുള്ളൊരു വിധിയെഴുത്ത് കൂടിയായിരുന്നു ഇത്. എന്തിനും ഏതിനും മതത്തെയും വർഗീയത്തെയും കൂട്ടുപിടിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിനുള്ളൊരു വിധിയെഴുത്ത് കൂടിയായിരുന്നു ഇത്, ഇല്ലേ? കാരണം ന്യൂനപക്ഷ ഏകീകരണം മാത്രമല്ല സംഭവിച്ചിരിക്കുന്നത്, ഭൂരിപക്ഷ ഏകീകരണം കൂടെ സംഭവിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഈ റിസൾട്ട് 102 റിസൾട്ടും ജയിച്ചവരുടെയൊക്കെ മാർജിൻ കാണണം, ഭൂരിപക്ഷം ഇല്ലേ? ജനം അറിഞ്ഞ് ചെയ്യുകയായിരുന്നു. ഇതൊരു സാംസ്കാരികമായ പ്രതികരണമായിരുന്നു, ജനങ്ങളുടെ ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയുടെ പ്രതികരണമായിരുന്നു. അത് ഈ പറഞ്ഞ നേതാവിൻ്റെ ഒരു നേതൃത്വ ഗുണവും വി ഡി സതീശൻ കേരളത്തെക്കുറിച്ച് അദ്ദേഹം കാണുന്ന ചില സങ്കല്പങ്ങളുണ്ട്, അത് വളരെ പ്രധാനമാണ്. അതും കൂടെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇദ്ദേഹത്തിൽ നിന്ന് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം, ഈ സർക്കാരിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാം, ഈ പ്രതീക്ഷകളുടെയും ഒക്കെയുള്ളൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ ഈ മുന്നണി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ 102 സീറ്റിലൂടെ കേരളത്തിൻ്റെ ജനത UDFിന് കൊടുത്തിരിക്കുന്ന അംഗീകാരം എന്ന് പറയുന്നത് വി ഡി സതീശനോട് കൊടുത്തിരിക്കുന്ന അംഗീകാരമാണ്. ഇതിനെ മറികടന്നുകൊണ്ട് ഇപ്പം ഓഫ് കോഴ്സ് രമേശ് ചെന്നിത്തല സീനിയർ നേതാവാണ്, സംശയമില്ല, പരിഗണിക്കേണ്ട ഒരാൾ കൂടിയാണ്. പരിഗണിക്കണം
ഞാൻ പറഞ്ഞത് പരിഗണനീയമാണ്, സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇവിടെ ഇദ്ദേഹത്തിനാണ് നമ്മൾ കേരള ജനത വോട്ട് കൊടുത്തിരിക്കുന്നത്. സതീശൻ്റെ മുഖത്തിനാണ്, സതീശൻ എന്ന ലീഡർക്കാണ് വോട്ട് കൊടുത്തിരിക്കുന്നത്. മറിച്ച് രമേശ് ചെന്നിത്തല യോഗ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അദ്ദേഹം സീനിയർ നേതാവൊക്കെയാണ്. പക്ഷേ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് വരുന്ന സമയത്താണ് ദയനീയമായ അവസ്ഥയിലേക്ക് കോൺഗ്രസ് പരാജയപ്പെട്ട് വന്നത്, ഇല്ലേ? അത് നമ്മൾ കാണാതിരിക്കരുത്. അതും ഒരു ലീഡർഷിപ്പിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ വിട്ടെറിഞ്ഞ് പോയ ഒരാളാണ്. അപ്പോൾ ഈ 22 MLA മാത്രം അസംബ്ലിയിലേക്ക് സംഭാവന ചെയ്തത് പ്രതിപക്ഷ നേതാവാണ് രമേശ് ചെന്നിത്തല. അവിടെ നിന്ന് 63ലേക്ക്, ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് അംഗങ്ങളെ അസംബ്ലിയിലേക്ക് കൊണ്ടുവരുന്ന നേതാവാണ് വി ഡി സതീശൻ. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു നേതാവിനാണ് നമ്മൾ ഇപ്പോൾ ഈ ജനവിധി നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിനെ അട്ടിമറിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പം രമേശ് ചെന്നിത്തലയും വി ഡി സതീശനെയൊക്കെ മത്സരിച്ച നേതാക്കന്മാരാണ്. അതിനെ അട്ടിമറിച്ചുകൊണ്ട് ഇപ്പോൾ KC വേണുഗോപാൽ വരികയാണെന്നിരിക്കട്ടെ. ഇപ്പോൾ എല്ലാവരും പറഞ്ഞു വെക്കുന്നു, ഇപ്പോൾ AK ആന്റണി തന്നെ ഇന്ന് പ്രതികരണത്തിൽ പറഞ്ഞു വയ്ക്കുന്നു 3 പേരും യോഗ്യരായ നേതാക്കന്മാരാണെന്ന്. അതിനകത്തൊരു സൂത്രപ്പണിയുണ്ട്. കാരണം KC വേണുഗോപാൽ ഇപ്പം ഈ അന്തരീക്ഷത്തിലുള്ള മാധ്യമങ്ങളിലുള്ള പരാമർശത്തിലൂടെയാണ് ഈ രംഗത്തുള്ളത്. മറിച്ച് 2 പേര് മാത്രമേ ഉള്ളൂ. രമേശ് ചെന്നിത്തലയും വി ഡി സതീശനെ മാത്രമേ മത്സരിച്ചിട്ടുള്ളൂ, ജയിച്ചവരുള്ളൂ, ഇല്ലേ? അപ്പോൾ അതിനകത്ത് തന്നെ ഒരു സൂത്രപ്പണി ആന്റണി കാണിക്കുന്നത്. ആന്റണിയുടെ പെരുമാറ്റങ്ങളിലെല്ലാം ഇത്തരം സൂത്രങ്ങൾ കാണും. അപ്പോൾ അതിനകത്ത് KC വേണുഗോപാലിനെയും കൂടെ ചേർത്ത് വെച്ച് 3 പേരും യോഗ്യരാണ് പറയുന്ന സമയത്ത് എന്താണ് നിഷ്പക്ഷമായ പ്രസ്താവന, അല്ലേ? പക്ഷേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത വേണുഗോപാലിനെയും കൂടെ ഈ 2 പേരുടെയും കൂടെ ഒപ്പം എടുത്തു വയ്ക്കുന്നതോടുകൂടി വേണുഗോപാലിനും ഒരു തുല്യ സാധ്യതയിലേക്ക് കൊണ്ടുവരിക ചെയ്യുന്നത്, അല്ലേ? അത് കേരളത്തിലെ ജനങ്ങൾ നൽകിയ ജനവിധിയെ അട്ടിമറിക്കുന്നതിന് തുല്യം, ഒരു സംശയമില്ല കാര്യത്തിൽ. ഇപ്പോൾ KC വേണുഗോപാലാണ് നാളെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നതെങ്കിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, കേരളത്തിൻ്റെ ഭരണത്തെ അത് സ്വാധീനിക്കും. ഗുണകരമായിട്ടായിരിക്കത്തില്ല സ്വാധീനിക്കുന്നത്. മറിച്ച് ഉദാഹരണത്തിന് ഇപ്പം വി ഡി സതീശനൊരു കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഓടി നടക്കുകയായിരുന്നു. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഓടി നടന്നിട്ട് ജനങ്ങളോട് സമ്പർക്കമുണ്ടായിരുന്നു. ഇതെല്ലാം ചെയ്ത് ഈ പറഞ്ഞതുപോലെ ഒരു പുതിയുഗ സങ്കല്പം ജനങ്ങളുമായിട്ട് പങ്കുവച്ചു. അപ്പോൾ അദ്ദേഹത്തിനൊരു ഡ്രീമുണ്ട്. ആ ഡ്രീമാണ് UDF-ലൂടെ കേരളത്തിലേക്ക് മുമ്പോട്ട് വെച്ചത്. അപ്പോൾ അത് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ അതിന് രൂപകൽപ്പന നൽകിയ അതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയും ആവശ്യമാണ്, അല്ലേ? അപ്പോൾ അത് കേരളത്തിൻ്റെ വികസനത്തെ ബാധിക്കും. വികസനത്തിൻ്റെ എല്ലാ നടത്തിപ്പിനെയും ഒരുപാട്, കാരണം ഇതൊരു യുഗമാറ്റത്തിൻ്റെ കാലമാണ് ലോകത്തിലെമ്പാടത്തും സാങ്കേതിക വിദ്യയെ തുടർന്നിട്ട്. അപ്പോൾ അത്തരം ഒരു സന്ദർഭത്തിൽ ഈ ഒരു പുതിയ കാഴ്ചപ്പാടോട് കൂടിയുള്ള ഒരു നേതാവും ആവശ്യമാണ് ഇവിടെ. മറിച്ച് ഈ വി ഡി സതീശൻ മാറിക്കഴിഞ്ഞാൽ അദ്ദേഹം കോൺഗ്രസിൽ ചിലപ്പോൾ പുറമേ പറയുമായിരിക്കും, ഈ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം ഞാൻ അംഗീകരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. KC വേണുഗോപാൽ വരുവാന്നിരിക്കട്ടെ. പക്ഷേ അതിനകത്ത് അസംതൃപ്തി ഉണ്ടാവില്ലേ? തീർച്ചയായും ഈ അസംതൃപ്തി ഭരണത്തിൽ പ്രതിഫലിക്കില്ലേ? ഫലിക്കും. മാത്രവുമല്ല BJP ഇവിടെ നോക്കിയിരിക്കുകയാണ്. ഇപ്പം പഴയതുപോലുള്ള അസ്പൃശ്യതയൊന്നും BJPക്കില്ല. ഇപ്പം ചാത്തന്നൂർ ബി ബി ഗോപകുമാർ BJP സ്ഥാനത്ത് ജയിച്ച കേരളമാണ്, മനസ്സിലായില്ലേ? കൊല്ലം ജില്ലയിൽ. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ അങ്ങനെ അസ്പൃശ്യതയൊന്നുമില്ല. CPI-യിൽ നിന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് നേരെ സീറ്റ് കിട്ടാഞ്ഞപ്പോൾ നാട്ടികയിൽ CC മുകുന്ദൻ നേരെ നടന്നു എന്നത് BJP ഓഫീസിലേക്ക് എന്ന് പാർട്ടി അംഗത്വം സ്വീകരിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച നാടാണിപ്പോൾ കേരളം. അപ്പോൾ ആ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഒരു സംശയം വേണ്ട, കോൺഗ്രസും പിളർപ്പിലേക്ക് പോകും.